നമസ്കാരം. പുതിയ കാലത്ത് താരങ്ങളല്ല സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്നത്. എത്ര വലിയ താരങ്ങൾ അഭിനയിച്ച ചിത്രമായാലും കണ്ടന്റും ക്രാഫ്റ്റും മികച്ചതല്ലെങ്കിൽ സിനിമ പൊളിയുക തന്നെ ചെയ്യും. ഉള്ളടക്കത്തിന്റെയും ആഖ്യാനത്തിന്റെയും കരുത്തുകൊണ്ട് ഒരു തമിഴ് സിനിമയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. തായ്ക്കിഴവിയാണ് ആ ചിത്രം. കേവലം 15 ദിവസത്തിനുള്ളിൽ 58.32 കോടിയുടെ കളക്ഷൻ തായ്ക്കിഴവി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്ത്യയിൽ മാത്രം 48.72 കോടി ചിത്രം ഗ്രോസ് നേടിയെന്നും വിദേശത്ത് നിന്ന് 9.60 നേടിയെന്നുമാണ് ഗൈഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാധിക ശരത് കുമാറാണ് തായ്ക്കിഴവിയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വൻ മേക്ക് ഓവറിലാണ് രാധിക ശരത് കുമാർ ചിത്രത്തിലെത്തുന്നത്. നടൻ ശിവകാർത്തികേയനാണ് തായ്ക്കിഴവി നിർമ്മിക്കുന്നത്. ശിവകാർത്തികേയൻ പ്രൊഡക്ഷനൊപ്പം പാഷൻ സ്റ്റുഡിയോസും ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായി. ശിവകുമാർ മുരുകേശനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ചിത്രം മാർച്ച് അവസാനത്തോടെ OTTയിൽ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. ജിയോ സിനിമയാണ് ചിത്രത്തിന്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. തമിഴിന് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും ചിത്രം OTTയിൽ ലഭ്യമാകും. ചിത്രം കണ്ട ശേഷം കമലഹാസൻ രാധികയെയും അണിയറ പ്രവർത്തകരെയും പ്രശംസിച്ചിരുന്നു. ഗ്രാമത്തിലെ പച്ചയായ ജീവിത സാഹചര്യങ്ങൾ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന സിനിമ കുടുംബ സദസ്സുകൾക്ക് പ്രിയപ്പെട്ടതാവുകയാണ്. വില്ലേജ് കോമഡി സിനിമകൾ ഈ ജോണറിൽ തമിഴ് സിനിമയിൽ പലപ്പോഴും സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ജീവനായകനായി എത്തിയ തലൈവർ തമ്പി തലൈമേൽ അടക്കം നിരവധി ഉദാഹരണങ്ങളുണ്ട്. സാധാരണ ഒരു ഗ്രാമത്തെ ചുറ്റിപ്പറ്റി അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാൻ ഇത്തരം സിനിമകൾക്ക് കഴിയാറുണ്ട്. അത്തരത്തിലൊരു സിനിമ കൂടിയായിരുന്നു രാധിക ശരത് കുമാർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച തായ്ക്കിഴവി. നടൻ ശിവകാർത്തികേയന്റെ നിർമ്മാണത്തിലായിരുന്നു തായ്ക്കിഴവി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമാ പ്രേമികൾ പിന്നീടത് ഏറ്റെടുക്കുകയായിരുന്നു. ശിവകാർത്തികേയൻ പ്രൊഡക്ഷൻസിനൊപ്പം പാഷൻ സ്റ്റുഡിയോസും ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്കാളിയായി. ശിവകുമാർ ഗണേശന്റെ സംവിധാനത്തിലുള്ള പുതിയ ചിത്രം സെയോണിൽ ശിവകാർത്തികേയൻ നായകനാകുമ്പോൾ കമലഹാസനും R മഹേന്ദ്രനും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. തമിഴിലെ ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കഥാപരിസരവും അവിടുത്തെ പച്ചയായ ആളുകളുടെയും കഥ പറഞ്ഞ ചിത്രത്തിലെ പ്രകടനം രാധികയുടെ കരിയർ ബെസ്റ്റാണെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. പണമിടപാടുകാരിയായ പാവുണുത്തായി എന്ന കഥാപാത്രമായാണ് രാധിക ചിത്രത്തിൽ വേഷമിട്ടത്. അത്യാഗ്രഹിയായ ആൺമക്കൾ പാവുണുത്തായിയുടെ സ്വത്തുക്കൾ സ്വന്തം പേരിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനും അതിനെ എതിർക്കുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയമായിട്ട് വരുന്നത്. സിംഗംപുലി, അരുൾദോസ്, മുനീഷ്കാന്ത്, ബാലശരവണൻ എന്നിവരും ശിവകാർത്തികേയൻ നിർമ്മിച്ച തായ്ക്കിഴവിയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ജനുവരി 27-നായിരുന്നു തിയേറ്ററുകളിൽ തായ്ക്കിഴവി എത്തുന്നത്. റിലീസിന് മുമ്പ് തന്നെ രാധിക ശരത് കുമാറിന്റെ മുത്തശ്ശിയായുള്ള മേക്ക് ഓവർ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഒടുവിൽ ചിത്രം തിയേറ്ററുകളിലെത്തിയപ്പോൾ ആ ശ്രദ്ധ സിനിമയിലേക്കും എത്തി. മികച്ച നിരൂപക പ്രശംസ അടക്കം നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും വെന്നിക്കൊടി പാർക്കുകയാണ്. ട്രാക്കിംഗ് സൈറ്റായ സാഗ് നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം 34.25 കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത്. 7 ദിവസത്തെ കളക്ഷനാണിത്. 10 കോടിയായിരുന്നു സിനിമയുടെ ബജറ്റ്.